You're watching Yatra, exploring the unexplored. കൊല്ലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറി കല്ലടയാറ്റിന്റെ ശാഖയോട് ചേർന്ന് കിടക്കുന്ന മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. One of the specialities here is the Kallada boat race. നെഹ്റു ട്രോഫി കഴിഞ്ഞ അടുത്ത ഇമ്പോർട്ടന്റ് ബോട്ട് റേസ് എന്ന് പറയുന്നത് ഈ കല്ലട ജലോത്സവമാണ്. എല്ലാ വർഷവും 28 ഓണമാണ് അത് നടക്കാറ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കണ്ടൽ കാടുകളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വന്ന് റൂസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെ കാണാനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. കുണ്ട്രയിൽ നിന്ന് 13 കിലോമീറ്റർ മാറിയാണ് മൺട്രോത്തുരുത്ത്. അവിടെ ആദ്യം കാണുന്ന ഈ കൊച്ചു ദ്വീപാണ് പത്തുപറ ദ്വീപ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി ദേശാടന പക്ഷികൾ വരാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പല ഇലകളുടെ കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്ററലി വൈറ്റ്. കാര്യം ഇതിന്റെ ബേർഡ്സിന്റെ ഡ്രോപ്പിംഗ്സ് വീണ് ഇലകളുടെ കളറൊക്കെ വളരെ വെള്ളയായിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒത്തിരി വെറ്റ്ലാൻഡ് ബേർഡ്സിനെ കാണാനായിട്ട് പോസിബിലിറ്റി ഉള്ള സ്ഥലവും ഈ ഐലൻഡാണ്. ചേട്ടാ കുറച്ചു നേരം ഞാനൊന്ന് തുഴഞ്ഞോട്ടെ. അപ്പൊ എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടോ, അത് പിടിച്ചോണേ കേട്ടോ. ഇവിടെ ഈ 10ഓളം വരുന്ന ഐലൻഡ്സിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏക ഒരു മാർഗം ഇതേപോലുള്ള കൊച്ചു കൊച്ചു വള്ളങ്ങളാണ്. ആ ഇരിക്കുന്നതാണ് ലിറ്റിൽ കോർമറന്റ് എന്ന് പറഞ്ഞിട്ടൊരു പക്ഷിയാണത്. അത് ഒരു ഈ ഭാഗത്തൊക്കെ കാണുന്ന, ഈ ഭാഗത്തു നിന്നല്ല, കേരളത്തിൽ പല സ്ഥലത്തും നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ ഒരിക്കൽ മുങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോഴത്തേക്കും ഇത് കുറെ നേരം ചിറക് ഇങ്ങനെ വിടർത്തിയിരിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ഫെതേഴ്സിൽ ഒരു വാക്സ് കോട്ടിംഗ് ഇല്ല. അപ്പൊ ആ ഒരിക്കൽ ഇത് വെള്ളത്തിൽ മുങ്ങി തിരിച്ചു കയറി അപ്പൊ ഇതിന്റെ ഫെതേഴ്സ് എല്ലാം വെറ്റായിരിക്കും. അപ്പൊ അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ചിറകൊക്കെ വിടർത്തി വെയിലത്തൊക്കെ ഇരിക്കുന്നു. പല സ്ഥലങ്ങളിലും വിയറ്റ്നാം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ മീൻ പിടിക്കാനായിട്ട് അവിടുത്തെ ആൾക്കാർ ഇതിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കൊല്ലത്തെ മൺട്രോത്തുരുത്ത് ഐലൻഡിനെ ബൈ റോഡ് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലേ ഉള്ളൂ, ഇടിയക്കടവ് പാലം. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ പാലം കാണാനായിട്ട്. എനിവേസ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ദാറ്റ് വി ആർ ഹാവിംഗ്. ഈ വള്ളത്തിലൂടെയുള്ള യാത്രയും സൈഡിൽ മൊത്തം നല്ല കാറ്റാണ്, സൈഡിൽ മൊത്തം ചെടികളും തെങ്ങുകളും ഒക്കെ ആയിട്ട് വെരി ബ്യൂട്ടിഫുൾ. ഈ മൺട്രോത്തുരുത്തിൽ ഏകദേശം 10-ൽ ഐലൻഡുകളുണ്ട്. അവിടെ ഏകദേശം 12 വാർഡുകളുണ്ട്. ഏതാണ്ട് 5000 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ഇടിയക്കടവ് പാലമാണിത്. ഇതിന് ഏകദേശം 40 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ദീപ നേരത്തെ പറഞ്ഞ പോലെ ഈ മൺട്രോത്തുരുത്തിലേക്ക് വരാൻ പറ്റുന്ന, റോഡ് മാർഗം വരാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഒരു ഒറ്റപ്പാലം ഇതാണ്. ഈ കാണുന്നതാണ് കൈത. ഇതിൽ നിന്നെടുക്കുന്ന ലീവ്സ് വെച്ചിട്ടാണ് തഴപ്പ ഉണ്ടാക്കുന്നത്.
ഇതിനെ ശരിക്കും അവർ കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്ത് ഒരു പ്രത്യേക ടെക്നിക്കാണ് അത് നെയ്യുന്നതൊക്കെ. പൂവരശിലിരിക്കുന്ന ഈ കുറച്ച് പുഴുക്കളുടെ പേര് ശരിക്കും ഇവിടെയുള്ള ആൾക്കാർ ലോക്കലായിട്ട് ഇതിനെ പറയുന്നത് ചൊറിയാമ്പുഴു, ആട്ടാമ്പുഴു എന്നൊക്കെ പറയും ശരിക്കും. പക്ഷെ ഇത് ഒരു മോത്തിന്റെ കാറ്റർപില്ലറാണ്. അപ്പോൾ പല ആൾക്കാർ ഇവിടെ പറയും ഈ പൂവരശിന്റെ താഴെ കൂടെ പോയി കഴിഞ്ഞാൽ ചൊറിയും കൊണ്ട് ഈ മരം മോശമാണെന്നൊക്കെ പറയും. ശരിക്കും അതല്ല. ഇതിനകത്തുള്ള ശരിക്കും അതിന്റെ സയന്റിഫിക് കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ പുഴുക്കളുടെയൊക്കെ രോമം കാറ്റത്ത് പറന്ന് ദേഹത്ത് വീഴുമ്പോഴാണ് നമുക്ക് ആ ഒരു ചില ആൾക്കാർക്കൊക്കെ ഒരു സ്കിന്നിന് റാഷസും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. You're watching Yatra, exploring the unexplored.